ഉന്നത വിദ്യാഭ്യാസവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും സ്വപ്നം കണ്ടെത്തുന്ന മലയാളി വിദ്യാർത്ഥിനികൾ വീണ്ടും സുരക്ഷിതത്വമില്ലായ്മയുടെ കരിനിഴലിൽ. കഫേ ജീവനക്കാരിയും 20കാരിയുമായ കോട്ടയം സ്വദേശിനിയായ മലയാളി വിദ്യാർത്ഥിനിയെ സുഹൃത്തുക്കളുടെ താമസ സ്ഥലത്ത് അതിക്രമിച്ചു കയറി ക്രൂരമായി ബലാത്സംഗം ചെയ്ത സംഭവം കർണാടകത്തിലും കേരളത്തിലും വൻ പ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ്. പ്രതിയായ വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ഹൈനസിനെതിരെ പോലീസ് ഒടുവിൽ കേസെടുത്തുവെങ്കിലും കേസ് അട്ടിമറിക്കാനും ഇരയെ മാനസികമായി തകർക്കാനും ബംഗളൂരുവിലെ മടിവാള പോലീസ് നടത്തിയ നീക്കങ്ങൾ നിയമവ്യവസ്ഥയ്ക്കാകെ നാണക്കേടായി മാറിയിരിക്കുന്നു. മെയ് 12-ന് നടന്ന അതിക്രൂരമായ ഈ സംഭവത്തിൽ പരാതി നൽകാനെത്തിയ പെൺകുട്ടിയോട് മടിവാള പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പെരുമാറിയ രീതിയും പ്രതിക്ക് സ്റ്റേഷനകത്ത് ഗുണ്ടകളുമായി എത്തി ഇരയെ ഭീഷണിപ്പെടുത്താൻ ഒത്താശ ചെയ്തതും സമാധാനാന്തരീക്ഷം പുലരുന്ന ഒരു മെട്രോ നഗരത്തിലെ ക്രമസമാധാന നിലയുടെ പരാജയത്തെയാണ് വിരൽ ചൂണ്ടുന്നത്. ബംഗളൂരുവിലെ ഉന്നത പഠനം നടത്തിവരികയായിരുന്ന പെൺകുട്ടി തന്റെ സ്വന്തം ചിലവുകൾ കണ്ടെത്താനായി സുഹൃത്തുക്കൾ മടിവാളയിൽ നടത്തുന്ന ഒരു കഫേയിൽ പാർട്ട് ടൈമായി ജോലി ചെയ്തു വരികയായിരുന്നു. ഈ കഫേ ആരംഭിക്കുന്നതിനായി സ്ഥലം കണ്ടെത്തുന്നതിനും മറ്റ് പ്രാരംഭ സഹായങ്ങൾ നൽകുന്നതിനും മുൻകൈയെടുത്തത് വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയായ ഹൈനസ് എന്ന വ്യക്തിയായിരുന്നു. എന്നാൽ പ്രതീക്ഷിച്ച നിലയിൽ ബിസിനസ് മുന്നോട്ട് പോകാതിരുന്നതിനെ തുടർന്ന് കഫേ വിൽക്കാൻ സുഹൃത്തുക്കൾ തീരുമാനിക്കുകയും ഇതിനായി വീണ്ടും ഹൈനസിന്റെ സഹായം തേടുകയും ചെയ്തിരുന്നു. മെയ് 12-ന് കഫേ വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനാണ് ഹൈനസ് പെൺകുട്ടിയും സുഹൃത്തുക്കളും താമസിക്കുന്ന മുറിയിലെത്തുന്നത്. അന്ന് കഫേയിലെ ജോലി കഴിഞ്ഞ് കടുത്ത ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് റൂമിൽ വിശ്രമിക്കുകയായിരുന്നു പെൺകുട്ടി. ഈ സമയം സുഹൃത്തുക്കൾ പുറത്തുപോയതായിരുന്നു. മുറിയിൽ പെൺകുട്ടി ഒറ്റയ്ക്കാണ് എന്ന കാര്യം മനസ്സിലാക്കിയ ഹൈനസ് അകത്ത് കടന്ന് വാതിലടയ്ക്കുകയും കടുത്ത ശാരീരിക ഉപദ്രവങ്ങൾ ഏൽപ്പിച്ച് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു. താൻ രോഗബാധയായി കിടക്കുകയാണെന്ന് പറഞ്ഞിട്ടും യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെയാണ് പ്രതി പെൺകുട്ടിയെ ക്രൂരതയ്ക്ക് ഇരയാക്കിയത്. ബലാത്സംഗത്തിനിരയായ പെൺകുട്ടി നീതി തേടി പിറ്റേ ദിവസം, അതായത് മെയ് 13-ന് രാവിലെ തന്നെ സുഹൃത്തുക്കൾക്കൊപ്പം മടിവാള പോലീസ് സ്റ്റേഷനിൽ എത്തിയെങ്കിലും അതിക്രൂരമായ മാനസിക പീഡനമാണ് അവിടെ നേരിടേണ്ടി വന്നത്. ഗുരുതരമായ ഒരു ബലാത്സംഗ പരാതി ലഭിച്ചിട്ടും നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ മടിവാള പോലീസ് തയ്യാറായില്ലെന്ന് മാത്രമല്ല, പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ പോലും വിട്ടു നൽകിയതുമില്ല. ഇതിനു പുറമെ സ്റ്റേഷനിലെ അരുൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പെൺകുട്ടിയുടെ കന്യകാത്വത്തെയും വ്യക്തിത്വത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് "നീ വെർജിൻ ആണോ" എന്ന് പരസ്യമായി അധിക്ഷേപിച്ചു. താൻ ഉടനടി വൈദ്യപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് പെൺകുട്ടി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടും അത് പൂർണ്ണമായി തള്ളിക്കളഞ്ഞ പോലീസ് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നും പരാതി നൽകരുതെന്നും പറഞ്ഞ് ഇരയെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. രാവിലെ സ്റ്റേഷനിലെത്തിയ പെൺകുട്ടിയെയും സുഹൃത്തുക്കളെയും രാത്രി 12 മണി വരെ സ്റ്റേഷനിൽ തടഞ്ഞു നിർത്തി മാനസികമായി തളർത്താനും പോലീസ് മടിച്ചില്ല. മടിവാള പോലീസിന്റെ തണലിൽ പ്രതിയായ ഹൈനസ് സ്റ്റേഷനിലേക്ക് ഗുണ്ടകളുമായാണ് എത്തിയത്. പരാതിയുമായി മുന്നോട്ട് പോയാൽ പെൺകുട്ടിയെയും സുഹൃത്തുക്കളെയും കൊലപ്പെടുത്തുമെന്നായിരുന്നു സ്റ്റേഷനകത്ത് വെച്ച് പ്രതിയും സംഘവും ഭീഷണി മുഴക്കിയത്. ഇതിന് മടിവാള പോലീസ് പൂർണ്ണ പിന്തുണ നൽകിയതായും ഇര ആരോപിക്കുന്നു. കേസുമായി മുന്നോട്ട് പോയാൽ അവർ നിങ്ങളെ കൊന്നുകളയും, അതുകൊണ്ട് പരാതി വേണ്ടെന്ന് എഴുതി തരൂ എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ആവശ്യപ്പെടുകയായിരുന്നു. ഒടുവിൽ ജീവനിൽ ഭയന്ന പെൺകുട്ടിയെയും സുഹൃത്തുക്കളെയും കൊണ്ട് പരാതിയില്ല എന്ന് നിർബന്ധിപ്പിച്ച് എഴുതി വാങ്ങിച്ച ശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും വിട്ടയച്ചത്. ഇവിടെയും തീർന്നില്ല പ്രതിയുടെ ക്രൂരത. സ്റ്റേഷനിൽ നിന്നും മടങ്ങിയ പെൺകുട്ടിയെ താമസ സ്ഥലത്ത് ഗുണ്ടകളുമായി എത്തിയ ഹൈനസ് വീണ്ടും അതിക്രമം അഴിച്ചുവിട്ടു. കഫേ ഉടമകളായ സുഹൃത്തുക്കളെ മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പ്രതിയുടെയും ഗുണ്ടകളുടെയും നിരന്തരമായ ഭീഷണിയെ തുടർന്ന് സ്വന്തം താമസ സ്ഥലത്ത് നിൽക്കാൻ കഴിയാതെ നിലവിൽ ഒളിവിലാണ് ഈ മലയാളി വിദ്യാർത്ഥിനിയും സുഹൃത്തുക്കളും. പ്രതികൾ ഭീഷണിപ്പെടുത്തുന്നതിന്റെയും ആക്രമിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ നിലവിൽ പെൺകുട്ടി പുറത്തുവിട്ടിട്ടുണ്ട്. മടിവാള പോലീസ് പൂർണ്ണമായും പ്രതിക്കൊപ്പം നിൽക്കുകയും പരാതി അട്ടിമറിക്കുകയും ചെയ്തതോടെയാണ് പെൺകുട്ടിയും സുഹൃത്തുക്കളും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിക്കാൻ തീരുമാനിച്ചത്. മെയ് 18-ന് ബംഗളൂരു നോർത്ത് ഈസ്റ്റ് DCPയെ നേരിൽ കണ്ട് പെൺകുട്ടി തനിക്ക് നേരിടേണ്ടി വന്ന ക്രൂരതയും മടിവാള പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയും വിശദീകരിച്ചു. വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ DCPയുടെ കർശനമായ നിർദ്ദേശത്തെ തുടർന്നാണ് ഒടുവിൽ മെയ് 18-ന് സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായത്. സംഭവം നടന്ന് കൃത്യം 6-ാം ദിവസമാണ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ബലാത്സംഗ കേസുകളിൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ ഇത്തരം കാലതാമസങ്ങൾ കാരണമാകുമെന്നറിഞ്ഞിട്ടും മടിവാള പോലീസ് കാണിച്ച വീഴ്ച ക്രിമിനൽ കുറ്റത്തിന് തുല്യമാണെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ കേസെടുത്ത ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതിയായ ഹൈനസിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നത് കടുത്ത ആശങ്ക ഉയർത്തുന്നു. ബംഗളൂരു നഗരത്തിൽ മലയാളി വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുണ്ടാകുന്ന അതിക്രമങ്ങളുടെയും സുരക്ഷാ ഭീഷണികളുടെയും അവസാനത്തെ ഉദാഹരണം മാത്രമാണിത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വിദ്യാർത്ഥിനികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമണങ്ങളും കവർച്ചകളും നഗരത്തിൽ വർദ്ധിച്ചു വരികയാണ്. സോളദേവനഹള്ളി ആചാര്യ കോളേജിലെ 1-ാം വർഷ മലയാളി വിദ്യാർത്ഥിനിയെ മദ്യപിച്ചെത്തിയ സ്വകാര്യ PG ഉടമയായ
കോഴിക്കോട് സ്വദേശി അഷ്റഫ് ബലമായി കാറിൽ കയറ്റി കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവം ഇതിനകം വലിയ വിവാദമായിരുന്നു. ഇതിനു പുറമെ വിദ്യാർത്ഥികളെ മർദ്ദിച്ചും ഭീഷണിപ്പെടുത്തിയും പണം തട്ടുന്ന പ്രാദേശിക ഗുണ്ടാ സംഘങ്ങളും നഗരത്തിൽ സജീവമാണ്. കഴിഞ്ഞ മാസം മാത്രം ഇത്തരത്തിൽ മലയാളി വിദ്യാർത്ഥികളെ ആക്രമിച്ച് കവർച്ച നടത്തിയ 6 അംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ നഗരത്തിൽ ലിവ് ഇൻ റിലേഷൻഷിപ്പുകളും പങ്കാളികൾ തമ്മിലുള്ള തർക്കങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തെ മുൻനിർത്തി സ്റ്റേഷനിലെത്തുന്ന ഇത്തരം പരാതികളെയെല്ലാം മുൻവിധിയോടെ സമീപിക്കുന്ന പ്രവണത ബംഗളൂരു പോലീസിനുണ്ടെന്ന വിമർശനം ശക്തമാണ്. പോലീസിന്റെ ഈ വിവേചനപരമായ നിലപാട് യഥാർത്ഥ ഇരകൾക്ക് നീതി നിഷേധിക്കാൻ കാരണമാകുന്നു. കൂടാതെ കുറ്റകൃത്യങ്ങളിൽ മലയാളികൾ ഉൾപ്പെടുന്ന സംഭവങ്ങളെ കന്നഡ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വലിയ രീതിയിൽ മലയാളി വിരുദ്ധ പ്രചരണങ്ങൾക്കായി ഉപയോഗിക്കുന്നതും ഇവിടെ പഠിക്കുന്ന സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ സുരക്ഷയെ കൂടുതൽ ആശങ്കയിലാക്കുന്നുണ്ട്. പഠനത്തോടൊപ്പം കഠിനാധ്വാനം ചെയ്ത് ജീവിക്കാൻ ശ്രമിച്ച ഒരു 20-കാരിക്ക് സ്വന്തം നാട്ടുകാരിൽ നിന്ന് തന്നെ ക്രൂരമായ പീഡനം ഏൽക്കേണ്ടി വന്നതും തുടർന്ന് നീതിപാലകരിൽ നിന്ന് അതിനേക്കാൾ വലിയ അപമാനം നേരിടേണ്ടി വന്നതും സാംസ്കാരിക കേരളത്തിനും ഭീതി ഉണർത്തുന്നതാണ്. പ്രതിയായ ഹൈനസിനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യാനും ഇരയെ അധിക്ഷേപിച്ച മടിവാള പോലീസ് സ്റ്റേഷനിലെ അരുൺ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ വകുപ്പുകൾ ചുമത്തി നിയമ നടപടി സ്വീകരിക്കാനും കർണാടക ആഭ്യന്തര വകുപ്പ് തയ്യാറാകണം. ഒപ്പം ഒളിവിൽ കഴിയുന്ന പെൺകുട്ടിക്കും സുഹൃത്തുക്കൾക്കും അടിയന്തരമായി സുരക്ഷ ഉറപ്പാക്കാൻ കേരള സർക്കാരും നോർക്കയും വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട്.